ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ആരാധനയും കലയും തമ്മിൽ അഭേദ്യമായ വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്തരം കലകളുടെ ശ്രേണിയിൽ ഒന്നാണ് തോറ്റംപാട്ട്. തോറ്റുക അഥവാ ജീവൻ വയ്പ്പിക്കുക എന്ന വാക്കിൽ നിന്നാണ് തോറ്റംപാട്ടെന്ന പേര് രൂപപ്പെട്ടത്. ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾക്കുമുണ്ട് തോറ്റങ്ങൾ. എന്നാൽ ദക്ഷിണ കേരളത്തിലെ തോറ്റംപാട്ടുകൾ ഇതിൽ നിന്നും ഭിന്നമാണ്. 3000 പണം വില പിടിക്കും ദണ്ഡകാൽ ചിലമ്പ്. ദക്ഷിണ കേരളത്തിലെ തോറ്റംപാട്ടുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് ഭദ്രകാളിപ്പാട്ട് അഥവാ കണ്ണകി ചരിതം. അതിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന തോറ്റംപാട്ടുകളിൽ ശൈലിയുടെ കാര്യത്തിൽ ധാരാളം ഭിന്നതകൾ നമുക്ക് കാണാം. ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിന് കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ ഉടൻ തോറ്റംപാട്ട് ആരംഭിക്കുകയായി. 1-ാം ദിവസം കുടിയിരുത്തും അവതാര കഥയും ഒക്കെയാവും പാടുക. തുടർന്ന് ദേവിയുടെ ബാല്യവും വിവാഹ ഒരുക്കങ്ങളും മറ്റുമാകും കഥാഭാഗം. 3-ാം ദിവസം ദേവിയുടെ വിവാഹമാണ് വർണ്ണിക്കുക. ഇതിനെ മാലപ്പുറം പാട്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും പാടുന്ന കഥകൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രകാരമാണ് നീങ്ങുക. 7-ാം ദിവസം എത്തുമ്പോഴേക്കും പാണ്ഡ്യനാൽ വധിക്കപ്പെട്ട ഭർത്താവിനെ ദേവി തോറ്റിയെടുക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണപ്പണിക്കാരന്റെ വധവും പാണ്ഡ്യരാജാവിന്റെ വധവും മധുരാദഹനവുമെല്ലാം ഉൾപ്പെട്ടിരിക്കും. 10-ാം ദിവസം പിണിപ്പാട്ടോടെയാണ് തോറ്റംപാട്ട് അവസാനിക്കുക. ഉത്സവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപാകതകളോ അനിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ പാടി അകറ്റി നിറവിനെ ആവാഹിക്കുന്ന പ്രക്രിയയാണിത്. തോറ്റംപാട്ട് വ്രതശുദ്ധിയോടെ അഭ്യസിക്കുന്ന ഒരു കലയാണ്. എഴുതി പഠിക്കാതെ വായ്മൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അനുഷ്ഠാന കല കൂടിയാണിത്. ക്ഷേത്രത്തിന് മുൻവശത്ത് ഓല കൊണ്ട് സർപ്പഭണത്തിന്റെ ആകൃതിയിൽ നിർമ്മിക്കുന്ന പാട്ടുപുര എന്ന പന്തലിലിരുന്നാണ് ഇത് പാടുക. കുഴിത്താളം മാത്രമാണ് ഇതിനുപയോഗിക്കുന്ന വാദ്യം. പഴയകാല ജീവിത രീതിയുടെ പ്രത്യേകതകൾ, വിവാഹ ഒരുക്കങ്ങൾ, ആരാധനാ രീതികൾ, ഭരണരംഗത്തെ അനാവശ്യ സ്വാധീനങ്ങൾ, അധികാരത്തിന്റെ ഡംഭ്, ഉപജാപം, ചതി, പ്രതികാരം എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭാവങ്ങൾ വായ്മൊഴിപ്പാട്ടിന്റെ ഭംഗിയിലും കരുത്തിലും ആവിഷ്കരിക്കുന്ന അനുഷ്ഠാനമാണ് തോറ്റംപാട്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് ഒരവകാശം എന്ന നിലയ്ക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ പതിറ്റാണ്ടുകളായി അവതരിപ്പിച്ചു വരുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ്. വിവിധ തോറ്റംപാട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ്റുകാൽ തോറ്റത്തിന് തനതായ ഒരു ശൈലി തന്നെയുണ്ടെന്ന് കാണാം. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം